ഈ മതങ്ങളെക്കുറിച്ചിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ചില ഹൈന്ദവ സഹോദരങ്ങളിൽ ഈ നെറ്റിയിൽ ഇങ്ങനെ കുറി കാണാറുണ്ട്. അതിൻ്റെ ചില സയൻസും ഒക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ക്രിസ്ത്യാനികൾ അവർക്ക് പിന്നെ ഈ കുരിശ്, ആ കുരിശ് ഇവിടെയും വെക്കണമെന്നാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക ഒക്കെക്കാരൊക്കെ ഇവിടെയും ഒരു കുരിശ് വേണമെന്നാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ ഒരു അടയാളം വരും, ഒരു നിസ്കാരത്താഴ്മ്പ് വരും. എല്ലാവർക്കും വന്നോളുന്നില്ല, സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അത് വരും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ കുറച്ച് അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇതെന്തോ ഒരു ബന്ധത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ. ഈ നെറ്റിയിൽ ഒരു അടയാളം, അത് ഹൈന്ദവരിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്. പക്ഷെ അത് പഠിക്കാൻ എവിടെയാണ് നമ്മൾ വേർതിരിയുന്നത്, അല്ലെങ്കിൽ എത്ര അകലം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നായി തീരുന്നത് എന്ന് പലരും അന്വേഷിക്കുന്നില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ മതസ്ഥരും പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലർ കൈ ഇങ്ങനെ പിടിക്കുന്നു, ചിലർ കൈ ഇങ്ങനെ പിടിക്കുന്നു. ഏതായാലും കൈ ഉയർത്തിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അവിടെയും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നായിരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാവരും ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കളാണ്. അതാണ് സത്യം. എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. എല്ലാവരും ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കളാണ്. ഒരിക്കൽ ബിലാൽ എന്ന് പറയുന്ന എത്യോപ്യക്കാരനായ നീഗ്രയായ കറുകറുത്ത ഒരു മനുഷ്യൻ പ്രവാചകനെ കാണാൻ വന്നു. പ്രവാചകൻ ഈ സുന്ദരനാണ്, ഖുറൈശിയാണ്. അറേബ്യയിലെ ഏറ്റവും വലിയ ഒരു തറവാടാണ് ഖുറൈശി എന്ന് പറയുന്നത്. ഖുറൈശിയാണ് എന്ന് മാത്രമല്ല അതീവ സുന്ദരനാണ്. ഈ ബിലാൽ എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രമാണിയായ ഉമയ്യത്തിൻ്റെ നാൽക്കാലികളോടൊപ്പം, പശുവിനോടും പിന്നെ കുതിരയോടൊക്കെ ഒപ്പം തൊഴുത്തിൽ കഴിയുന്ന ഒരു അടിമയായ മനുഷ്യനാണ്. പ്രവാചകനെ കാണാൻ വന്നു. ഒരു അകലെ ഒന്ന് കതകിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രവാചകനൊന്ന് കാണാൻ. പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആരാ അതെന്ന് ചോദിച്ചു. ഞാൻ ബിലാലാണ് പ്രവാചകരെ. എന്നാൽ ഇങ്ങോട്ട് വാ ബിലാലെ. ബിലാൽ പോകാൻ കഴിയുന്നില്ല. കാരണം ഞാനൊരു അടിമയാണ്, ഞാൻ കറുത്ത വർഗ്ഗക്കാരനാണ്, ഞാൻ വിദ്യാഭ്യാസമില്ലാത്തനാണ്, വിരൂപനാണ്, എങ്ങനെ ചെല്ലും? പലതവണ വിളിക്കുന്നു. പിന്നെ പ്രവാചകൻ തന്നെ എഴുന്നേറ്റ് ചെന്ന് കതക് തുറന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ചു. ആ കറുത്ത കവിൾത്തടത്തിൽ പ്രവാചകൻ്റെ ചുവന്ന ചുണ്ടുകൾ അമർത്തി വെച്ചു, ചുംബിച്ചു, ഉമ്മ വെച്ചു. ബിലാൽ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. എന്തെന്നില്ലാത്ത ഒരു അനുഭവം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഞാനത് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ബിലാലിനോട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബിലാൽ ലാ ഫളല ലി അറബിയൻ അല അജമി. അറബിക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല ബിലാലെ, അനറബിയേക്കാൾ വലിയ ശ്രേഷ്ഠത ഒന്നുമില്ല. വലാ ഫളല ലി അബിയൽ അല അസ്വദ്. കറുത്തവനേക്കാൾ വലിയ എന്തോ ഒരു മഹത്വം വെളുത്തവനൊന്നുമില്ല. കുല്ലുക്കും ഇന്ന് ആദം, എല്ലാവരും ആദം എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണിൽ നിന്നാണല്ലോ ഇസ്ലാം, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കുറേ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ബോധ്യം. ഈ മണ്ണിന് പല വർണ്ണങ്ങളുണ്ട്, മണ്ണിൻ്റെ പല നിറങ്ങൾ, ആ നിറങ്ങളിലെല്ലാ മനുഷ്യരുമുണ്ട് ലോകത്ത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഒരു സ്ഥലത്ത്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മനുഷ്യരെ എന്നാണ്. ഖുർആൻ ഇറക്കപ്പെട്ട, ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. അതിന് നന്ദി സൂചകമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് വിശ്വാസി സമൂഹത്തോട് വ്രതമനുഷ്ഠിക്കാൻ ഖുർആൻ കൽപ്പിച്ചത്. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ ഖുർആൻ കേവലം മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല, മനുഷ്യരാശിക്കാകമാനമുള്ളതാണ്. ഹുദൽ ലിന്നാസ് എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ഒരിടത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ. മനുഷ്യർക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് അത്. മുസ്ലിങ്ങൾക്ക് എന്നല്ല, അത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമല്ല, അത് മനുഷ്യരുടേതാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അവതീർണമായതാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആ ഖുർആൻ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ഇസ്ലാമിക വിശ്വാസപ്രകാരം ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് നമ്മളൊക്കെ. വജഅൽനാകും ശുഉബൻ വ ഖബായിൽ, എന്നിട്ട് നിങ്ങളെ പല ഗോത്രങ്ങളും പല ജാതിയും പല വർഗവും വർണ്ണവും ഒക്കെ ആക്കിയത് തമ്മിത്തല്ലാനല്ല, ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ്.
എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് റമദാനിൻ്റെ സന്ദേശം എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, റമദാൻ യഥാർത്ഥത്തിൽ ഷഹറുൽ മുവാസാത്ത്, സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യപ്പെടലിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ മാസമാണ്. കാരണം ഖുർആൻ അതാണ് മനുഷ്യരോട് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിടയിൽ നമ്മളെല്ലാം ഒന്നാണ്. മതങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ഘോഷിക്കുന്ന അതാണ്. എല്ലാ മതവും, ഹൈന്ദവ മതമാകട്ടെ, ക്രൈസ്തവ വിശ്വാസമാകട്ടെ, ഇസ്ലാം, എല്ലാവരും പറയുന്നത് അത് തന്നെയല്ലേ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴും മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന വരികളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴും മാതൃകാസ്ഥാനമാണിത്. ഇവിടെ ജാതി ഇല്ല. ജാതി ചോദിക്കരുതെന്നാ, പറയരുതെന്നാ, അന്വേഷിക്കരുത് മനുഷ്യൻ്റെ ജാതി. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ. മുമ്പ് യഥാർത്ഥ മതവിശ്വാസികളുണ്ടായിരുന്നു. മതത്തെ ആഴത്തിൽ പഠിക്കുകയും മതത്തെ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇന്നൊരു മതത്തിൻ്റെ ആഘോഷം വരുമ്പോൾ ഭയമാണ്. യഥാർത്ഥത്തിൽ എന്താണ് അപ്പോൾ മതം ആളുകളെ പഠിപ്പിക്കുന്നത്? അപ്പം മതത്തിൻ്റെ കാമ്പ്, മതത്തിൻ്റെ സത്ത തകർക്കുവാനും മനുഷ്യർക്കിടയിൽ വലിയ മതിലുകൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമം വളരെ ബോധപൂർവം ആരൊക്കെയോ നടത്തുന്നുണ്ട്. ആ മതിൽ നമ്മൾ പൊളിക്കും. ഇത് പൊളിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷം എല്ലാവർക്കുമാണ്. അത് നമ്മൾ അറിയേണ്ടത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനല്ല. ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ, ഈ അസഹിഷ്ണുതയുടെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത തലമുറയാണ്. നമ്മൾ നോക്ക്, കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ടച്ഛനും മറക്കാൻ കഴിയും നമുക്ക്? കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ടച്ഛനും എത്ര നല്ല ചങ്ങാതിമാരായിരുന്നു. മമ്പുറം തങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന, വായിൽ വരുന്നൊരു വാക്കാണ് കോന്ത് നായർ. അവർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു, മമ്പുറം തങ്ങളും കോന്ത് നായരും. ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറയുമ്പോൾ തൊട്ടുടനെ വായിൽ വരുന്നൊരു പേരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേത്. അവരടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇത്ര മീറ്റിങ്ങുകളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതിങ്ങനെ പ്രത്യേകം നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു. എല്ലാവർക്കും അറിയാം മനുഷ്യരൊക്കെ ഒന്നാണ്. ഈ ഒരു ചങ്ങാത്തത്തെ അല്ലെങ്കിൽ ഈ സൗഹൃദത്തെ തകർക്കാൻ, ഇപ്പോൾ ഇന്നലെ ഒരു കാര്യം വായിച്ചു. ലഖ്നൗവിൽ 14 വയസ്സുള്ള ഒരു കുട്ടിയെ അവൻ്റെ 13, 14 വയസ്സുള്ള സുഹൃത്തുക്കൾ ഒരു സൽക്കാരത്തിനായി വീട്ടിലേക്ക് വിളിച്ചു. അച്ഛൻ്റെ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചില്ലേ, ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങൾ. പണ്ടൊക്കെ ലോകത്തിൻ്റെ വേറെ മുക്കിലും മൂലയിലൊക്കെ ആയിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തായി. യഥാർത്ഥത്തിൽ നാനാത്വത്തിൽ ഏകത്വം, വിവിധ വർണ്ണങ്ങൾ. ഒരു പൂന്തോട്ടത്തിലെ, ഒരു ഗാർഡനിലെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് എല്ലാ മനുഷ്യരും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം. അത് തകർക്കാൻ വളരെ ബോധപൂർവം ശ്രമം നടക്കുമ്പോൾ അതിന് ആ ഭിത്തി പൊളിക്കുക എന്നുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് ഞാനും നിങ്ങളൊക്കെ. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുള്ള ആളുകളാണ്, പറയും തീർച്ചയായും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അതായത് നമ്മുടെ അടിത്തട്ടിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ പേരമക്കളിലേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ പൂർവികരായ ജാതി മത വർഗ വർണ്ണ വരമ്പുകൾക്കപ്പുറം മനുഷ്യരായി കണ്ടിരുന്നു, സ്നേഹിച്ചിരുന്ന മതപണ്ഡിതന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും ഒക്കെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെ തകർക്കാൻ ഒരാളെയും ഞങ്ങൾ സമ്മതിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു ഭിത്തി, മതിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ തടയും എന്ന ഒരു പ്രതിജ്ഞ, അത് ഈ നാടിൻ്റെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാൻ അനിവാര്യമാണ് എന്ന ഓർമ്മ നമുക്കുണ്ട്. അതാകട്ടെ ഈ റമദാനിൽ ആ ഒരു ചിന്ത പുതുക്കലാകട്ടെ, അതിനുള്ള ഒരുമ പുതുക്കലാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വളരെ ആത്മാർത്ഥമായി സ്നേഹബുദ്ധിയ എന്നോട് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും റമദാൻ കരീം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.